യെശയ്യാ പ്രവചനം 33 അധ്യായം 13 വചനം. ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾക്കുവിൻ, സമീപസ്ഥന്മാരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിക്കുവിൻ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നാം ഗ്രഹിച്ചാൽ നമ്മുടെ നിരാശകൾ ഇല്ലാതെയാകും, നമ്മുടെ ദുഃഖങ്ങൾ ആവിയായി പോകും. എന്താണ് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ? സൃഷ്ടി തന്നെ ഒന്ന് പരിശോധിച്ചാൽ കാണാം. എന്ത് മനോഹരമായിട്ടാണ് പ്രകൃതിയെ ദൈവം നിർമ്മിച്ചത്, നമ്മളെ ഓരോരുത്തരെയും നിർമ്മിച്ചത്, ഈ ഭൂമിയിലെ സസ്യ ലതാദികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വീര്യപ്രവൃത്തി അത് പരിപാലനത്തിലുള്ള വളരെ വ്യക്തമാണ്. മണ്ണിനാവശ്യമുള്ള വെള്ളവും വളവുമൊക്കെ അതിൽ നിന്ന് തന്നെ കൊടുക്കത്തക്കവണ്ണം ദൈവം അതിൽ പരിപാലിക്കുന്ന പരിപാലനം എത്ര ഉന്നതമാണ്. മാത്രവുമല്ല, ദൈവം വിവിധ മാർഗങ്ങളിലൂടെ മനുഷ്യനോട് നൽകുന്ന ആശയവിനിമയ രീതി കണ്ടാൽ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിക്കാനായിട്ട് കഴിയും. നമ്മുടെ കണ്ണുകൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, നമ്മുടെ നാവ് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൂരസ്ഥന്മാർക്കും സമീപസ്ഥന്മാർക്കും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിക്കണം എന്നുള്ള ആ വലിയ സന്ദേശം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നൽകുകയാണ്.